താരസംഘടനയായ അമ്മയിലെ തർക്കങ്ങൾ നിയമ നടപടികളിലേക്ക്. ലക്ഷ്മിപ്രിയയ്ക്കും പോലീസിനുമെതിരായ അൻസിബയുടെ പരാതിയിൽ ഇന്ന് മൊഴിയെടുത്തു. നാളെ 11 മണിക്ക് ലക്ഷ്മിപ്രിയയോട് ഹാജരാകണമെന്ന് പോലീസ് നിർദ്ദേശിച്ചു. പരാതിയിൽ നിലവിൽ കേസ് രജിസ്റ്റർ ചെയ്തിട്ടില്ലെന്ന് തൃക്കാക്കര അസിസ്റ്റന്റ് കമ്മീഷണർ അറിയിച്ചു. അതേസമയം നടൻ ടിനി ടോം സാമൂഹിക വിപത്താണെന്നും ടിനിക്കെതിരെ നിയമ നടപടികളുമായി മുന്നോട്ടു പോകുമെന്നും അൻസിബ ഹസൻ പറഞ്ഞു. സംഘടനയായ അമ്മയിലെ അംഗങ്ങൾ തമ്മിലുള്ള പൊട്ടിത്തെറി ഇപ്പോൾ അത് പോലീസ് സ്റ്റേഷൻ വരെ എത്തിയിരിക്കുന്നു എന്നതാണ്. നടി അൻസിബ ഹസൻ നൽകിയ പരാതിയിലാണ് ഇപ്പോൾ ഒരു തുടർ നടപടികൾ ഉണ്ടായിരിക്കുന്നത്. നേരത്തെ അൻസിബയ്ക്കെതിരെ നടി ലക്ഷ്മിപ്രിയ ഒരു പരാതി നൽകിയിരുന്നു. ഇതിൻ്റെ ഭാഗമായി തന്നെ പോലീസ് സ്റ്റേഷനിലേക്ക് തൃപ്പൂണിത്തുറ ഹിൽ പാലസ് പോലീസ് സ്റ്റേഷനിലേക്ക് വിളിച്ചു വരുത്തുകയും അവിടെ വെച്ച് ചോദ്യം ചെയ്യുകയും ചെയ്തു എന്ന് അവർ പറഞ്ഞിരുന്നു. അതിൽ തന്നെ അവിടെയുണ്ടായിരുന്ന പോലീസ് ഉദ്യോഗസ്ഥ വനിതാ സെൽ SI രേഷ്മ തന്നോട് അപമര്യാദയായി പെരുമാറി, തന്നെ അവഹേളിക്കുന്ന രീതിയിലാണ് അവർ സംസാരിച്ചത്. തന്നെ ചെയ്യാത്ത കുറ്റത്തിന് മാപ്പ് പറയിപ്പിച്ചു എന്നതടക്കമുള്ള കാര്യങ്ങൾ അവർ ഉന്നയിച്ചിരുന്നു. ഇതിൽ അവർ പരാതിപ്പെട്ടത് മുഖ്യമന്ത്രിക്കും DGPക്കുമാണ് പരാതി നൽകിയത്. അതിൻ്റെ ഒരു തുടർച്ചയായിട്ടാണ് ഇപ്പോൾ അത് തൃക്കാക്കര ACPക്ക് മുൻപാകെ ഹാജരായി മൊഴി നൽകാൻ അവരോട് ആവശ്യപ്പെടുകയും ചെയ്തത്. ഇതനുസരിച്ച് അൻസിബ ഇവിടെ തൃക്കാക്കര സ്റ്റേഷനിൽ ACP മുൻപാകെ എത്തുകയും അവരുടെ മൊഴി രേഖപ്പെടുത്തുകയും ചെയ്തു. ഇതിൽ അൻസിബ പറയുന്നത് താനിപ്പോഴുള്ള ഈ പരാതിയിൽ, ഇപ്പോൾ ലക്ഷ്മിപ്രിയയ്ക്കെതിരായ പരാതിയിലെ നടപടികളാണ് ഇപ്പോൾ നടക്കുന്നത്. ടിനി ടോം തന്നെ അവഹേളിച്ചു. ടിനി ടോം ഒരു സാമൂഹ്യ വിപത്താണ്, അതിൽ ഒരു സംശയവുമില്ല. തന്നെ മാത്രമല്ല മറ്റു പലരെയും ടിനി ടോം അവഹേളിച്ചിട്ടുണ്ട്. തൻ്റെ പേര് അൻസിബ ഹസൻ എന്നായത് തന്നെ ഒരു വർഗീയവാദിയാക്കി അടക്കം ചിത്രീകരിക്കാനുള്ള ശ്രമങ്ങൾ ചിലരുടെ ഭാഗത്തുനിന്നുണ്ട്. ഏതായാലും ടിനിക്കെതിരായ നിയമ നടപടികളും തുടരുമെന്ന് തന്നെയാണ് അൻസിബ പറയുന്നത്. എനിക്കൊരു നീതിയും തരാത്ത ഇതേ കമ്മിറ്റിയുടെ മുന്നിൽ പോയിരുന്നിട്ട് ഞാൻ എന്ത് പറയാനാ? അല്ലെങ്കിൽ അവരെന്ത് കേൾക്കാൻ? എനിക്ക് വേണ്ടി എന്തെങ്കിലും ന്യായത്തിന്റെ കൂടെ ഇരിക്കുവോ? ഞാൻ ആരോപണം പറയുന്നത് ആർക്കെതിരെയാണ്? ടിനി ടോം എന്ന് പറഞ്ഞ അദ്ദേഹത്തിനെതിരെയാണ്. അദ്ദേഹത്തെ സപ്പോർട്ട് ചെയ്യുന്ന പ്രസിഡന്റ്, എനിക്കെതിരെ വ്യാജ പരാതി നൽകിയ വൈസ് പ്രസിഡന്റ്, ഇങ്ങനെ ഇരിക്കുന്ന ഇവരുടെ മുമ്പാകെ ഞാൻ വീണ്ടും ഹാജരായി വീണ്ടും ഞാൻ ഈ കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് നീതി കിട്ടുമെന്ന് തോന്നുന്നുണ്ടോ? അല്ലെങ്കിൽ തന്നെ ഞാൻ ആദ്യമായിട്ട് കേൾക്കുകയാണ് കുറ്റാരോപിതർ ഇരുന്നിട്ട് നീതി തരാൻ വേണ്ടിയിട്ട് സംസാരിക്കുന്ന കാര്യം. മറ്റാരെങ്കിലും ഇരുന്നല്ലേ സാധാരണ സംസാരിക്കുക ഒരു നീതി നടപ്പാക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ ഞാൻ ആകെ ആവശ്യപ്പെട്ടത് മറ്റൊരു സമിതിയെ വെക്കണം. ആളുകൾ വേറെ മെമ്പേഴ്സ് അമ്മയിലുണ്ടല്ലോ, അങ്ങനെയുള്ള ആരെങ്കിലും വെച്ചിട്ട് നിങ്ങളൊരു സമിതി ഉണ്ടാക്കൂ, എന്നിട്ട് അവരുടെ മുമ്പാകെ ഞാൻ ഹാജരായിട്ട് ഞാൻ സംസാരിക്കാമെന്ന്. പക്ഷെ ഇതുവരെ ഒരു റിപ്ലൈ പോലും എനിക്ക് ലഭിച്ചിട്ടില്ല. അപ്പൊ അതിൽ നിന്ന് ഞാൻ എന്താ മനസ്സിലാക്കേണ്ടത്? തീർച്ചയായും സാമൂഹിക വിപത്താണ് ടിനിച്ചേട്ടൻ എന്നുള്ള കാര്യം വ്യക്തമായിട്ട് എനിക്കറിയാം. അതിനെതിരെ ഞാൻ മുന്നോട്ട് പോകുക തന്നെ ചെയ്യും. ഏതാണ്ട് ഒരു 1.5 മണിക്കൂറോളം സമയമാണ് അൻസിബയുടെ മൊഴി തൃക്കാക്കര പോലീസ് രേഖപ്പെടുത്തിയത്. അൻസിബയ്ക്ക് ലക്ഷ്മിപ്രിയയുടെ പരാതിയുമായി ബന്ധപ്പെട്ട് തനിക്കുണ്ടായ അനുഭവങ്ങൾ, പോലീസ് സ്റ്റേഷനിലുണ്ടായ അനുഭവങ്ങൾ തന്നെയാണ് അവിടെ പറഞ്ഞതെന്ന് അവർ പറയുകയുണ്ടായി, മാധ്യമങ്ങളോട് പറയുകയുണ്ടായി. ഈ മൊഴികൾ വിശദമായി രേഖപ്പെടുത്തുകയും ചെയ്തു. ഇനിയിപ്പോൾ ഇതിൻ്റെ തുടർച്ചയെന്നോണം ലക്ഷ്മിപ്രിയയോട് നാളെ 11 മണിയോടുകൂടി ഇവിടെ ഹാജരാകാനായിട്ട് പോലീസ് നിർദ്ദേശിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ രേഷ്മ എന്ന വനിതാ സെൽ SIയോടും ഹാജരാകണമെന്ന് നിർദ്ദേശിച്ചതായി തൃക്കാക്കര ACP മനോജ് കുമാർ പറഞ്ഞു. അതുമായി ബന്ധപ്പെട്ടിട്ട് ഇനി ലക്ഷ്മിപ്രിയയുടെ മൊഴി ഞങ്ങൾ നാളെ രേഖപ്പെടുത്തുന്നുണ്ട്. ആരോപണ വിധേയമായിട്ടുള്ള വനിതാ സെല്ലിലത്തെ SI രേഷ്മയുടെ മൊഴി ഞങ്ങൾ രേഖപ്പെടുത്തുന്നുണ്ട്. എന്നിട്ട് യഥാർത്ഥത്തിൽ സംഭവിച്ച കാര്യങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കും. അതിൻ്റെ അടിസ്ഥാനത്തിൽ പോലീസുകളുടെ നിഗമനത്തിൽ എത്തും. അതെ, ഇതൊരു പ്രാഥമിക പരാതിയുടെ അടിസ്ഥാനത്തിലുള്ള എൻക്വയറിയാണ്. കേസ് രജിസ്റ്റർ ചെയ്തിട്ടില്ല. ആ പരാതി അന്വേഷണത്തിൻ്റെ ഭാഗമായിട്ട് എന്തെങ്കിലും കുറ്റകൃത്യങ്ങൾ നടന്നിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതുമായി ബന്ധപ്പെട്ട റിപ്പോർട്ട് ബഹുമാനപ്പെട്ട കൊച്ചി സിറ്റി പോലീസ് കമ്മീഷൻ നൽകും. അതിൻ്റെ അടിസ്ഥാനത്തിൽ ബാക്കിയുള്ള നടപടികൾ സ്വീകരിക്കുന്നു. എന്തായാലും അമ്മയിലെ പൊട്ടിത്തെറികൾ പെട്ടെന്നൊന്നും അവസാനിക്കുന്ന ഒരു ലക്ഷണവുമെല്ലാം കാണുന്നില്ല. ഇത് തുടരുക തന്നെയാണ് ഉണ്ടാകുക. വൈകാതെ അമ്മയുടെ ജനറൽ ബോഡി യോഗം അടക്കമുള്ള കാര്യങ്ങളിലേക്ക് നടക്കുമ്പോൾ അതിനു മുൻപെങ്കിലും ഇത്തരം പരാതികൾ അവസാനിപ്പിക്കാനുള്ള ചില ശ്രമങ്ങൾ അവരുടെ ഭാഗത്തുനിന്ന് നടത്തുകയുണ്ട്. പക്ഷെ അതൊന്നും എവിടെയും എത്തുന്നില്ല. ചേരിതിരിഞ്ഞ് പരസ്പരം പോരാടുന്ന രീതിയിലേക്കെല്ലാം തന്നെ ഈ താരസംഘടന മാറിയിരിക്കുന്നു എന്നതാണ് ഇപ്പോഴുള്ള യാഥാർത്ഥ്യം. അതിന് ഒരു അവസാനവും ആരുടെ ഭാഗത്തുനിന്നുമില്ല. ആരും തന്നെ ഇത് അവസാനിപ്പിക്കാനുള്ള ഒരു ശ്രമങ്ങളും നടത്തുന്നില്ല. അൻസിബയെ കേൾക്കാൻ അമ്മ തയ്യാറാകുന്നുണ്ടെങ്കിലും അൻസിബ നിർദ്ദേശിക്കുന്ന ആളുകൾ ആ സമിതിയിൽ അംഗങ്ങളല്ല എന്ന കാരണം കൊണ്ട് തന്നെ അൻസിബയും അവരുടെ പക്കലേക്ക് തനിക്ക് പറയാനുള്ളതായി ചെല്ലുന്നില്ല എന്നതാണ് അൻസിബയും വ്യക്തമാക്കുന്നത്. ഏതായാലും താരസംഘടനയിലെ യുദ്ധം അത് മൂർച്ഛിക്കുകയാണ്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.